Hello everyone. ഇന്ന് നമ്മളൊരു കുമ്പിളിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഒരു പ്രവാസികളുടെ കുമ്പിൾ എന്ന പേരിൽ ചക്കപ്പഴവും കുമ്പിളിലയും ഒന്നുമില്ലാതെ ഒരു കുമ്പിളിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. എന്നാൽ ഇന്ന് നമുക്ക് ചക്കപ്പഴവും കുമ്പിളിലയും ഒക്കെ ഉണ്ട്. എന്നാലും ഒരു വ്യത്യസ്തത നിറഞ്ഞ റെസിപ്പിയാണ്. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. Welcome back to the channel. Hope you're all fine by the grace of God. നമുക്ക് ഇന്നിവിടെ കുമ്പിൾ ഉണ്ടാക്കാനായിട്ട് ഒരേ അളവ് ഒരു കപ്പ് വെച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ്. ചക്ക വിളയിച്ചത് എന്നൊക്കെ പറയും. ചക്ക ഹൽവ അല്ല കേട്ടോ, അത് വ്യത്യസ്തമുണ്ട്. ഇത് ചക്ക വരട്ടിയത്. പിന്നെ അതേ അളവിൽ നമുക്ക് പുട്ടുപൊടി, അരി പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 6 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ഇഞ്ചിൻ്റെ ഒരു ചുക്കിൻ്റെ കഷ്ണം. ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇതെല്ലാം കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ കുഴയ്ക്കാൻ വേണ്ടി വെള്ളം വേണം. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലതായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇനി എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കുമ്പിളില, ഇത് കണ്ടോ, ഈ ഇല നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഒരു പാത്രത്തിലോ ഒരു പോളിത്തീൻ ബാഗിലോ സിപ്ലോക്ക് ബാഗിലോ ഫ്രീസറിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ നാളത്തേക്കിന് നമുക്ക് ഈ ഇല ഇങ്ങനെ പച്ചയായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്രീസറിൽ നിന്നും എടുത്ത് തുടച്ച് കഴിയുമ്പോൾ അത് ഫ്ലെക്സിബിളായിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ കുമ്പിളില എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അത് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. നമ്മുടെ നേരത്തെ കുമ്പിളിൻ്റെ റെസിപ്പിക്കകത്ത് കുമ്പിളിലയ്ക്ക് പകരം നമ്മൾ കോണിൻ്റെ ലീഫാണ് ഉപയോഗിച്ചത്. എന്നാൽ ഈ കുമ്പിളില ഉപയോഗിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ വരുന്നത്. അപ്പം നമ്മൾ ഇല കൊണ്ട് കുമ്പിളുണ്ടാക്കി അതിലേക്ക് ആവശ്യത്തിന് മാവിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇലയുടെ ഞെട്ടുകൊണ്ട് തന്നെ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പം നമുക്ക് കുമ്പിളെല്ലാം ഉണ്ടാക്കി വെക്കാം. ഈ അളവുകൾ ഫോളോ ചെയ്ത് ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കുമ്പിൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂർ സ്റ്റീം ചെയ്യണം. അതിന് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുമ്പിളൊക്കെയും വെക്കുക. പിന്നെ കുറഞ്ഞത് ഒരു 1/2 മണിക്കൂർ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്ത് എടുക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുമ്പിളെല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി കുമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.